അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന RJ തന്നെയാണ് കക്ഷി. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RJ ബിൻസിയുടെ ഒരു വലിയ സ്കാമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. ചേച്ചിയാണെങ്കിൽ ഇഷ്ടംപോലെ ഊക്കുകൾക്കിരയായ ഒരു ചേച്ചി തന്നെ. കാരണം എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് തന്നെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് തെറിവിളി നല്ല രീതിക്ക് തന്നെ കിട്ടി. ചേച്ചിയാണെങ്കിൽ എയറിലായിരുന്നു കുറേ നാളാണ്. ബിഗ് ബോസിൽ പോയി നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കൂട്ട് തന്നെ പുറത്ത് വന്ന് പുറത്ത് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് കളിയാക്കലുകൾ കേൾക്കേണ്ട വന്നത്. പിന്നെ ആണെങ്കിൽ രണ്ടാമത് ഗസ്റ്റുകളൊക്കെ പോകുന്ന സമയത്ത് ചേച്ചി ആണെങ്കിൽ ബിഗ് ബോസിലോട്ട് പോയി മസ്താനിയുടെ കയ്യിൽ നിന്ന് കുറേ മേടിച്ച് കൂട്ടി. പിന്നെ ആണെങ്കിൽ എയറിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലായിരുന്നു. മെയിനായിട്ട് ചേച്ചിക്ക് ഒരു പേര് തന്നെ അങ്ങ് വീണ് ചാച്ചൻ്റെ ഓട്ടോന്ന്. അങ്ങനെ അത് പറഞ്ഞ് ട്രോൾ ചാനൽസൊക്കെ നിറച്ച് ചേച്ചിയുടെ കണ്ടന്റ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഏറി കയറിയ ചേച്ചി ഏറിയിൽ നിന്നൊക്കെ ഇറങ്ങി ആൾക്കാരൊക്കെ വിട്ട് ബിഗ് ബോസിൻ്റെ വിഷയം എല്ലാം കഴിഞ്ഞ് മാസങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ നാട്ടെ പിന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇഷ ബൈ PK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അതായത് ഈ ജുവൽസിൻ്റെ ഒക്കെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഇങ്ങനെ ഈ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്ന ഒരു ഇൻസ്റ്റ പേജാണ്. ആ പേജിലാണെങ്കിൽ ഇവരിങ്ങനെ കൊളാബറേഷൻസ് സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ RJ ബിൻസിക്ക് കൊളാബറേഷൻ ഒന്നും അവർ കൊടുത്തിട്ടില്ല. പക്ഷേ ചോദിച്ച് വന്ന് വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. പാലം കടക്കുന്നവരെ നാരായണ, പാലം കടന്ന കൂരായണ. ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഈ RJ ബിൻസിയുടെ കാര്യത്തിൽ വെക്കാൻ പറ്റുന്നത്. എന്തായാലും ചേച്ചിയാണെങ്കിൽ ആ പ്രോഡക്റ്റ് കിട്ടുന്നവരെ ഭയങ്കര സൗമ്യമായിട്ട് അവർക്ക് മെസ്സേജ് സംഭവങ്ങളും ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ പ്രോഡക്റ്റ് വീട്ടിലെത്തിച്ച് കഴിഞ്ഞു. വീട്ടിലെത്തിച്ചിട്ട് കൊളാബറേഷൻ അതാണെങ്കിൽ ചെയ്ത് കൊടുക്കാത്ത എന്താന്ന് പറയുമ്പോഴൊക്കെ ചേച്ചി പറയുന്ന ഓരോരോ ന്യായീകരണങ്ങൾ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത. ആദ്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ തലവേദന, പിന്നെ പറഞ്ഞ പനി, ആ സംഭവങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാം. അതിന് കാരണം തുടക്കത്തിൽ മാത്രമല്ല, കുറേ നാളത്തേക്ക് ഇങ്ങനത്തെ ഓരോരോ അസുഖങ്ങൾ ചേച്ചി പറഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് അവർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. മാസങ്ങൾ പോയി. പിന്നെ ചേച്ചിയാണെങ്കിൽ റിപ്ലൈയും കൊടുക്കാതായി. ചേച്ചിയാണെങ്കിൽ എല്ലാം സീൻ ചെയ്യുന്നുണ്ട്, പക്ഷേ റിപ്ലൈ കൊടുക്കുന്നില്ല. അങ്ങനെ അവരൊരു വീഡിയോ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഇട്ടപ്പോൾ അവരാണെങ്കിൽ ബിഗ് ബോസ് ഫെയിം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പേരോ അല്ലെങ്കിൽ സീസണോ സംഭവങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് കുറേ പേര് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് അയച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അയച്ചിട്ടുള്ളത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റാണ്. പുള്ളിക്കാരനെ ആദ്യമായിട്ട് ഇതിനകത്ത് വന്നിട്ട് കമൻറ്റ് അയച്ചിട്ടുള്ളത്. അങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ആൾക്കാരിലോട്ടും കൂടെ ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ പുള്ളിക്കാരൻ അയച്ചിട്ടുള്ള കമൻറ്റ് എന്ന് പറയുമ്പം, ഞാൻ ചെയിൻ ഇടാറില്ല, ഞാൻ ഔട്ടായില്ല, ഇറങ്ങിപ്പോകുന്നതാണ് എന്നും പറഞ്ഞ് ജസ്റ്റ് ഒരു കോമഡി രീതിയിൽ ഒരു ഇമോജി ഇട്ടിട്ട് പുള്ളിക്കാരൻ ഒരു കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആൾക്കാരും അത് അങ്ങ് കോമഡി രീതിയിൽ തന്നെ വിട്ടു. ആൾക്കാർ പിന്നെ അങ്ങ് സംശയമായി. ആൾക്കാരെല്ലാം പറഞ്ഞിരുന്നത് ഇതാരാ വ്യക്തമാക്കണം. അങ്ങനെ നമ്മുടെ രേണു ചേച്ചി വരെ സംശയിച്ച ആൾക്കാരുണ്ട്. ബിഗ് ബോസിൽ പോയതാണെന്നും പറഞ്ഞ് ഹീൽസൊക്കെ ഇട്ട് രേണു ചേച്ചി കയറി ചെന്നതല്ലയോ. അപ്പോൾ ഇത് രേണു ചേച്ചി ആണെന്ന് വരെ സംശയിച്ചവരുണ്ട്. കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങളിത് വ്യക്തമാക്കണം, ഒന്നെങ്കിൽ സീസൺ പറയണോ അല്ലെങ്കിൽ ആൾക്കാരുടെ പേര് പറയണം. ഇതെല്ലാവരും കൂടെ സംശയിക്കാൻ വേണ്ടി പറ്റത്തില്ലെന്ന് കുറേ ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാരും കമൻറ്റ് അയച്ച കാര്യം ഇത് തന്നെ. അങ്ങനെ അവസാനം അവരാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആളിൻ്റെ ഡീറ്റെയിൽസ് സഹിതം ഉള്ളതും വിത്ത് ചാറ്റ്. ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ആഴ്ചകളായി. പക്ഷേ 1.5 വർഷം കഴിഞ്ഞെന്നാണ് പറഞ്ഞേക്കുന്നത്. റിപ്ലൈ ഒന്നുമില്ല. ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം 1.5 വർഷമായിരുന്നു. കഴിഞ്ഞ സീസണിൽ RJ ബിൻസി ചേച്ചി കയറി പോയിട്ടുള്ളത്. അപ്പം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പായി പ്രോഡക്റ്റ് ഒക്കെ മേടിച്ചിട്ടുള്ളത്. എന്നിട്ട് പ്രൊമോഷൻ്റെ സംഭവങ്ങളും ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അന്നേരം ആണെങ്കിൽ ഫോളോവേഴ്സ് അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി വലിയ ഫെയിമോ അല്ലാതെ ഇവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. ബിഗ് ബോസിൽ പോയതിന് ശേഷം എല്ലാവർക്കും കത്തിയത്. ബിഗ് ബോസിൽ പോയിട്ട് ചേച്ചി എന്തായാലും ഇവർ പിടിച്ചല്ലോ. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ചേച്ചി ആണെങ്കിൽ പ്രോഡക്റ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ സ്വഭാവം കാണിച്ചത്. ചേച്ചി പോയി പിന്നെ കൊളാബറേഷനും ചെയ്യത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൊളാബറേഷൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മേടിക്കരുത്. അത് ഇവർ അങ്ങോട്ട് പോയി ചോദിച്ചതല്ല. ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കൊളാബറേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ പ്രോഡക്റ്റ് അയച്ചു തരാൻ പറഞ്ഞ് ഇവർ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പം കൊളാബറേഷനും ഇല്ല, വീഡിയോയും ഇല്ല, ഒന്നുമില്ല. പ്രോഡക്റ്റ് വെച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. മാക്സിമം ഒരു സോറി പറയാനുള്ള ഒരു മര്യാദയെങ്കിലും കാണിക്കണ്ടേ ചേച്ചി? ഈ ബിഗ് ബോസിൽ പോയപ്പോഴും കാണിച്ച സ്വഭാവം ഇത് തന്നെ. അവിടെ പോയി ഇത്രയും വലിയ ആൾ കളിക്കാൻ വേണ്ടി നോക്കി ആൾക്കാരെല്ലാം കൂടെ അടിച്ചങ്ങ് ഇരുത്തി. പിന്നെ ആണെങ്കിൽ ചാച്ചൻ്റെ ഓട്ടോന്ന് പേര് കൂട്ടുക ആൾക്കാരെല്ലാവരും കൂടെ. ഒരു സോറി പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ചേച്ചിയെ റിയാക്ഷൻ ചാനൽസ് എല്ലാവരും കൂടെ എടുത്ത് വെച്ച് അലക്കാൻ നിൽക്കത്തില്ലായിരുന്നു. ഇപ്പം നല്ല രീതിക്ക് തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ആയിക്കൊണ്ടിരിക്കുക ചേച്ചിയുടെ ഈ ഒരു വിഷയം. ഒരു സോറി, മിനിമം ഒറ്റ വാക്കിൻ്റെ പ്രശ്നത്തിൽ തീരാവുന്ന കാര്യമുള്ളായിരുന്നുള്ള ചേച്ചി ഇത്രയും വലിച്ചടിച്ചത്. ഇനി ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇവർ ഇത് കഴിഞ്ഞിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. പാട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. ആദ്യം ഇട്ട പാട്ടിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഈ റിവീൽ ടൈം പാർട്ട് 1. അതാണ് ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോ. അത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ റിവീൽ ടൈം 2, ആ പാർട്ട് 2. അങ്ങനെ 2 വീഡിയോസാണ് ഇത് കഴിഞ്ഞിട്ടുള്ള. സ്കാം അലേർട്ട് എന്ന് ഇതും ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് പാർട്ട് 1 ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ലാസ്റ്റ് റീലിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ബാഡ് കൊളാബ് എക്സ്പീരിയൻസിനെ പറ്റി നമ്മൾ ഷെയർ ചെയ്തിരുന്നു. ആ ഒരു അനുഭവം ബാക്കി ബിസിനസ് പേജസുമായി ഷെയർ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ആളൊരു ബിഗ് ബോസ് താരമാണെന്നുള്ളൊരു ക്ലൂ മാത്രമേ നമ്മൾ നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഒരാൾ മാത്രം ചെയ്ത തെറ്റിന് ബാക്കി ബിഗ് ബോസ് താരങ്ങളെയും ആളുകൾ സംശയിക്കില്ലേ എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിരുന്നു. കുറച്ച് ബിഗ് ബോസ് താരങ്ങളും ആളെ റിവീൽ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചിരുന്നു. സോ ഇറ്റ്സ് ടൈം ടു റിവീൽ ദ പേഴ്സൺ. തെറ്റ് ചെയ്യാത്തവരാരും ക്രൂശിക്കപ്പെടരുതല്ലോ. ഇതിന്റെ ഒപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോ പാർട്സ് ആയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്.
ഓക്കെ, ഇതിനകത്ത് ആളാരാന്ന് ഇവർ വ്യക്തമായിട്ടില്ല, പറഞ്ഞിട്ടേ ഉള്ളൂ ബിഗ് ബോസ് താരമാണ്. ബിഗ് ബോസ് താരത്തിന്റെ പേര് പറയാത്തത് കൊണ്ട് തന്നെ കുറെ ബിഗ് ബോസിൽ പോയ ആൾക്കാരൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് ആളിനെ വ്യക്തമാക്കണോ ഇല്ലെങ്കിൽ എല്ലാവർക്കും പേരാന്ന്. ഉറപ്പായിട്ട് സീസൺ പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല, പേരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ആൾക്കാർ മനസ്സിലാക്കുന്ന, എല്ലാവരും കൂടെ ഊഹിച്ചെടുക്കണോ? അങ്ങനെ കുറെ ആൾക്കാർ, ഇതാണെങ്കിൽ ചെറിയൊരു പേജും കൂടെ, അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനകത്താണെങ്കിൽ ചെറിയൊരു ബിസിനസ്സും സംഭവങ്ങളായിട്ട് ചെയ്തു പൊക്കോണ്ടിരിക്കുന്ന ഇവരെ ചതിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കുറച്ച് പേര് മതിയല്ലോ. എന്തായാലും ഇതിന്റെ ആണെങ്കിൽ സെക്കൻഡ് പാർട്ടും കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്, അതായത് റിവീൽ ടൈം പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. സ്കാം അലേർട്ട് റിവീൽ ടൈം പാർട്ട് 2. നാളെ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ സാറ്റർഡേ വീഡിയോ എടുത്തിട്ട്, അല്ലെങ്കിൽ ഞാൻ നാളെ വീഡിയോ എടുത്തിട്ട് സാറ്റർഡേ ഇടുന്ന പോലെ ചെയ്താൽ മതിയോ? അയ്യോ, വോയിസിലൊക്കെ എന്തൊരു സൗമ്യാന്ന് നോക്കണേ. പ്രോഡക്റ്റ് കിട്ടുന്നതിന് മുമ്പുള്ള വോയിസ് ആയത്. അതിനകത്തൊക്കെ പറയുന്നത് ഇത് നോക്കിക്കോണേ, ഞാനെങ്കിൽ ഇത് കിട്ടിയിട്ട് ചെയ്താൽ മതി, അതിന് മുമ്പ് ചെയ്യണോ? പ്രോഡക്റ്റ് കിട്ടി കഴിയുമ്പോൾ ചേച്ചിയുടെ അനക്കവും ഇല്ല ആവിയും. ആ പ്രോഡക്റ്റ് കിട്ടിയ ഒരു ഒന്നോ രണ്ടോ മാസം കണ്ട ചേച്ചി മെസ്സേജ് അയച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ മെസ്സേജ് ഇവർ ഇട്ടാലും അതിന് റിപ്ലൈ ഇല്ല. ആ 1-2 മാസം ചേച്ചി പറഞ്ഞിട്ടുള്ള ന്യായീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന, പനി, ഈ സംഭവങ്ങളൊക്കെയാണ്. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിക്കോണം. ആ ഒരു കൊച്ചു പേജിൻ്റെ അടുത്ത് ചേച്ചി ആണെങ്കിൽ കൊളാബറേഷൻ ചോദിച്ച് വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് പ്രോഡക്റ്റും കൊടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചി മിണ്ടുന്നില്ല. പിന്നെ വോയിസ് കേട്ട ആളെ മനസ്സിലായി കാണുമല്ലോ. അതെ, ലാസ്റ്റ് ബിഗ് ബോസ് സീസണിൽ വന്ന ആർജെ തന്നെയാണ് കക്ഷി. 2024 ജൂണിലാണ് ആള് ഇങ്ങോട്ട് കൊളാബ് ചോദിച്ച് മെസ്സേജ് അയച്ചത്. അയച്ചതിന് ശേഷം കൊളാബിനെ പറ്റി ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ ഇടയ്ക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി സമയം കൊടുത്തു. പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആള് വേറെ വീഡിയോസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ ഇല്ലാതെയായി, എല്ലാം അപ്പോൾ സീൻ ആക്കുന്നുണ്ടായിരുന്നു. 2025 ജനുവരി വരെ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു, എല്ലാത്തിനും സീൻ മാത്രം. ഞങ്ങളുടെ ഒരു ചെറിയ ബിസിനസ് പേജ് അല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലായിരുന്നു. ബാക്കി ബിസിനസ് പേജസ് ആണ് പ്രതികരിച്ച് ഒരു വീഡിയോ ഇടണമെന്നൊരു മോട്ടിവേഷൻ തന്നത്. ഫസ്റ്റ് വീഡിയോ ഇട്ട് അപ്പം തന്നെ മെസ്സേജ് വന്നിരിക്കുന്നു. ഒരു ഫ്രണ്ട് വഴിയും മെസ്സേജ് അയച്ചു, സെറ്റിൽ ചെയ്യാം, പ്രൊഡക്ട്സിന്റെ കാശ് തരാം, പിന്നെ വീഡിയോ എങ്ങനെയെങ്കിലും എടുത്തു മാറ്റാമോ എന്നൊക്കെ ചോദിച്ചു. 1.5 വർഷത്തിന് ശേഷമാണെന്ന് ഓർക്കണം, അതും ഈ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രം. ഏറ്റവും വിഷമം അതൊന്നുമല്ല, നമുക്ക് പ്രൊഡക്ട്സിന്റെ കാശൊന്നും ഇനി വേണ്ട, ഇത്ര കാലമായില്ലേ. ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയ ബിസിനസ് പേജിനെ പറ്റിച്ചതിന് ആൾ ഒരു സോറി മെസ്സേജ് പോലും ഇതുവരെ അയച്ചിട്ടില്ല. കണ്ടോ, ഒരു പക്ഷേ ആ സോറി ഈ ആർജെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവർ ഈ ഒരു വീഡിയോ ആയിട്ട് വരത്തില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ചേച്ചി ബിഗ് ബോസിൽ പോയപ്പോഴേ നമുക്ക് സ്വഭാവം ഒക്കെ അറിയാം. ചേച്ചിയുടെ തല എപ്പോഴും മുകളിൽ നിൽക്കണം, എല്ലാവരും താഴെ നിൽക്കാവും. ചേച്ചിയുടെ ആ ഒരു സ്വഭാവം കാരണം തന്നെ ആയിരിക്കണം ബിഗ് ബോസിൽ നിന്നപ്പോൾ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടാതെ ചേച്ചി ബിഗ് ബോസിൽ നിന്ന് വോട്ട് കുറഞ്ഞതിൻ്റെ പ്രകാരം ആ ബിഗ് ബോസ് ഇറക്കി വിട്ടത്. അതേകൂട്ട് തന്നെ സെക്കൻഡ് ആണെങ്കിൽ ഈ വീക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ തിരിച്ച് വിളിച്ചപ്പോഴേക്ക് വീട്ടിലോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ ചേച്ചി കയറി ചെന്ന് മസ്താനിയുടെ വായിരുന്നത് മൊത്തം കേട്ട് അതുകൊണ്ട് തന്നെ ഏറി കയറിയതാ ചേച്ചി. അത് ഏറി കയറിയ രീതിയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നില്ല. ആ വീട്ടിൽ നിന്ന് ചാച്ചനെ വരെ ആ ആൾക്കാർ ട്രോൾ ചെയ്ത് ഈ ചേച്ചിയുടെ ഒരു ഡയലോഗ് കാരണം. ഇനി ഇതെല്ലാം ഓക്കെ, ചേച്ചി സോറി പറഞ്ഞിട്ടില്ല, സംഭവം ഒക്കെ ശരിയാ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിനടുത്ത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, എനിക്കെന്നല്ല ഒരു മലയാളികൾക്കും അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം നമ്മുടെ ആർജെ ബിൻസി കഥാനായിക പോയിട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റും കൂടെ അയച്ചിട്ടുണ്ട്. സോറി പറഞ്ഞുള്ള കമൻ്റ് അല്ലേ, കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കേട്ട് നോക്ക്. തട്ടിപ്പോ കൂടിപ്പോയാൽ 300 രൂപയുടെ സാധനമാണ് അവർ 2024 കൊളാബിന് തന്നത്, കമ്മലും വളയും. 300 രൂപയുടെ സാധനം. എൻ്റെ പൊന്ന് ആർജെ ബിൻസി ചേച്ചി, 1 രൂപയുടെ സാധനമാണെങ്കിൽ അതിന് വിലയുണ്ട്. അതേകൂട്ട് തന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും അതേകൂട്ട് തന്നെ യൂട്യൂബിലും അതിനൊക്കെ ഓരോ എത്തിക്സ് ഉണ്ട്. അതായത് ചേച്ചി എന്തെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ 1 രൂപയുടെ സാധനമായാലും ചേച്ചി ഏറ്റിട്ടുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണം. പ്രോഡക്റ്റ് ഉൾപ്പെടെ അത് 300 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും 3 രൂപയാണെങ്കിലും അവർ തന്നിട്ടില്ല പ്രോഡക്റ്റ്. എന്നാൽ പിന്നെ ചേച്ചി ആ ഒരു സമയം പറയണമായിരുന്നു എനിക്ക് ഈ കൊളാബറേഷൻ ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ പൈസ അയച്ചു തരാം. അതിന് ഇങ്ങനെ കാരണങ്ങളൊക്കെ പറയുക, തലവേദന, പനി, മൂക്കടപ്പ്, ജലദോഷം, ഇതിങ്ങനെ ഓരോരോ കാരണങ്ങൾ നിരത്തി അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് കിടന്ന് ഡയലോഗ് അടിക്കുന്നു. അന്ന് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല, അത് കറക്റ്റായിട്ട് അവർ അറിയിച്ചതുമാണ്. അവരെ അറിയിച്ചതാണ്, അവരത് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ തലവേദന, പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സ്പേസ് വന്നു. ഈ 1.5 വർഷമൊക്കെ തലവേദനയും പനിയൊന്നും നിലനിൽക്കത്തില്ലല്ലോ എൻ്റെ ആർജെ ബിൻസി ചേച്ചി. ഇത്രയും നാളെ ഇങ്ങനെ കാരണം പറഞ്ഞുകൊണ്ട് ചേച്ചി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്, അവരുടെ പേജാണെങ്കിൽ കൊച്ചൊരു പേജാ അവർ തുടങ്ങിയിട്ടുള്ളൂ, ചെറിയൊരു ബിസിനസ് അക്കൗണ്ട് മാത്രമാണ്. അതിനകത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചേച്ചിയെ ആർക്കും അംഗീകരിക്കാൻ ഒക്കത്തില്ല. അത് കറക്റ്റായിട്ട് അവരെ അറിയിച്ചതുമാണ്. പിന്നെ അവരോട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അവർക്ക് ഇപ്പോൾ കണ്ടന്റ് വേണം, റീച്ച് വേണം. അവിടെ ഈ പേജിൽ റീച്ചുള്ള വീഡിയോ ഇത് മാത്രമാണ്. സോ ഇത് തന്നെ തിരിച്ചു മറിച്ച് വിട്ട് കുറച്ച് റീച്ച് ഉണ്ടാക്കി ജീവിച്ച പോട്ടെ.
ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ പറയാൻ ചേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണേ. നോക്കിക്കോണം എന്തുവാന്ന് ഇപ്പം എന്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ റീച്ച് ചെയ്യാൻ വേണ്ടി എന്നുള്ളൊരു പറച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. എൻ്റെ പൊന്ന ആർജെ ബിൻസി ചേച്ചി, അവർക്ക് ആ പേയ്മെൻറ്റ് അയച്ചു കൊടുക്കാത്തതിന് ചേച്ചി ഇങ്ങനെ വന്നിടുന്ന ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, സാധാരണ ഒരു മനുഷ്യന്. പിന്നെ ഒരു 300 രൂപയുടെ സാധനമായാലും 3 രൂപയുടെ സാധനമാണെങ്കിലും അതിനൊക്കെ വിലയുള്ളൂ. പിന്നെ ഈ പ്രോഡക്റ്റ് ഇത്രയും നാളായിട്ട് പോലും ഒരു സോറി പോലും പറയാൻ പറ്റാത്ത ചേച്ചിയുടെ ഈ ഒരു ഇത് ഈ കമൻറ്റിൽ വന്നിട്ട് ഒരു സോറി ആയിട്ടെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അവരത് ക്ഷമിക്കുകയും ചെയ്ത് തന്നെ അതേകൂട്ട് തന്നെ ചേച്ചിക്ക് വലിയ ഇതൊന്നും വരത്തില്ലായിരുന്നു, ഇങ്ങനെ സോഷ്യൽ മീഡിയ കത്തി നിൽക്കത്തുമില്ലായിരുന്നു. ഇവിടെ വന്ന് ഇങ്ങനെ ഇത്രയും ഒരു വിഷയം ഉണ്ടായിട്ട് പോലും ഇത്രയും ജാടയായിട്ട് കമൻറ്റ് അയച്ച് ചേച്ചിയെ പിന്നെ ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാതെ എന്തോ ചെയ്യണം. എന്തായാലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്തേക്കാം. പിന്നെ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. ഇപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രേറ്റ് പോകാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം.